രാജീവ്, കൊല്ലത്തു നിന്നുള്ള മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി രാജീവിൽ നിന്ന് തേടേണ്ടതുണ്ട്. കൊല്ലം അഞ്ചലിൽ വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. അഞ്ചൽ ചന്തയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഹരിതകർമ്മസേന പ്രവർത്തകർ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ചാക്കുകളിലാണ് തീ പിടിച്ചത്. ഇപ്പോഴെന്താണ് രാജീവ് അവിടുത്തെ സ്ഥിതി? തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയോ? നിതീഷ്, ഇപ്പോൾ അവിടെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്ന് തന്നെ പറയാം. കാരണം ഇന്ന് രാവിലെ 1:30 മണിയോടുകൂടി തന്നെ തീ ഏകദേശം നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. ഈ അഞ്ചലിലെ ചന്തയിൽ ഇതിനകത്ത് സൂക്ഷിച്ചിരുന്ന ഹരിതകർമ്മസേന സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളിലായിരുന്നു തീ പടർന്നത്. ഇത് പുറത്തുനിന്ന് ആരെങ്കിലും തീയിട്ടതാകാം, സാമൂഹ്യ വിരുദ്ധർ ആരെങ്കിലും തീയിട്ടതാകാം എന്നുള്ള നിഗമനത്തിലാണ് ഇതിനകത്തുള്ള വ്യാപാരികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ രാത്രി 11 മണിയോട് കൂടിയായിരുന്നു തീപിടുത്തം ഉണ്ടായത്. ഇതിനുശേഷം നാട്ടുകാർ ഈ തീ കണ്ട് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും പുനലൂരിൽ നിന്നും കുന്നിക്കോട് നിന്നുമൊക്കെയുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി. ആദ്യം പുനലൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തിയെങ്കിലും തീ അണയ്ക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് സമീപ പ്രദേശത്ത് നിന്നുള്ള ജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളം ശേഖരിച്ചുകൊണ്ടായിരുന്നു വീണ്ടും ഈ തീ അണയ്ക്കാൻ ശ്രമിച്ചത്. എന്തായാലും 2-3 മണിക്കൂറിന് ശേഷം ഏകദേശം 1:30 ഈ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.